എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 22ൻ്റെ റിവ്യൂ ആണ്. എപ്പിസോഡിൻ്റെ അവസാനം നമ്മുടെ ആദിലയും നൂറയും കൂടി ഇരുന്ന് സംസാരിച്ച് കരയുന്നുണ്ട്. അപ്പോൾ അവരതിന് ഇടയ്ക്ക് അക്ബറിൻ്റെ പേര് പറയുന്നുണ്ട്, ഷാനവാസിൻ്റെ പേര് പറയുന്നുണ്ട്, അവരുടെ ഐഡൻറ്റിറ്റീനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. അത് ഇവിടെ വേറെ ആർക്കെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ അവർ കരയുന്നുമുണ്ട്. അപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കിനും അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ലൈവിൽ ഇവർ അനുമോളുടെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, അക്ബറിൻ്റെ ഉമ്മ വിളിച്ച സമയത്ത് അന്തിക്ക് ആദിലേൻ്റെയും നൂറേൻ്റെ അടുത്തിരുന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞിരുന്നെങ്കിൽ, എല്ലാവരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവരുടെ പേരെടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമായി. അതിനുശേഷം അക്ബർ ഇവരോട് മിണ്ടുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. അതിൽ ആദില നൂറേൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് പുറത്തുനിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്നായിരുന്നു. ഇതിപ്പോൾ ഒരു ഫാമിലി പോലെ കണ്ടിട്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു പെരുമാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ അതിൽ പറയുന്നത്, നമ്മുടെ ഉമ്മായിക്കും വാപ്പായിക്കും പോലും നമ്മളെ മനസ്സിലാവുന്നില്ല, അപ്പോൾ പിന്നെ മറ്റൊരാളുടെ കാര്യം പറയണ്ടല്ലോ എന്നുള്ളതാണ്. അക്ബറിൻ്റെ ഉമ്മായും ചിലപ്പോൾ നൂറേൻ്റെയും ആദിലേൻ്റെയും ഉമ്മായും വാപ്പായും ചിന്തിക്കുന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ അത് കേട്ടിട്ട് അക്ബർ ഇവരോട് അത്തരത്തിൽ പെരുമാറിയെങ്കിൽ, അറിയില്ല, ഇവർ പറയുന്നതാണ് അത്തരത്തിലാണ് അക്ബർ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അക്ബർ അത്തരത്തിൽ ഇവരോട് പെരുമാറിയെങ്കിൽ അതിനോടൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിനും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒക്കെ മുകളിൽ ആത്യന്തികമായിട്ട് അവർ രണ്ട് മനുഷ്യരാണ്. അതുകൊണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു വേർതിരിവ് അവരോട് കാണിക്കരുത് എന്നുള്ളതാണ്. എപ്പിസോഡിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഓണപ്പൂക്കളുടെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രമ്യ നമ്പീശൻ പാടിയിട്ടുള്ള അത്തത്തിനിടാൻ ഉപയോഗിക്കുന്ന പൂക്കളെ കുറിച്ചിട്ടുള്ള പാട്ട്. അങ്ങനെ ഇവർക്ക് അത്തപ്പൂക്കളൊക്കെ ഇടാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. സദ്യ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയുന്നു. ഈ അടുക്കളയിൽ നല്ലേ ഉണ്ടാക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ശരത്തിൻ്റെ അടുത്ത് കിച്ചൺ ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അതേപോലെ അനുമോള് ഉപ്പ് കൂടാൻ വേണ്ടിയിട്ടാണോ ഇടയ്ക്കിടയ്ക്ക് കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ കണ്ണീര് വീഴാത്ത രീതിയിൽ കരയുന്നുണ്ട് ലാലേട്ടാന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നീടാണ് കാപ്പിപ്പൊടീൻ്റെ കാര്യം ചോദിക്കുന്നത്. ജിസേലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു, ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് എന്തോ 3 പാക്കറ്റ് കിട്ടി, അപ്പോൾ അതെടുത്ത് ഒളിപ്പിച്ച് വെച്ച്, അപ്പോൾ അത് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജിസേൽ പറയുന്നത്. അപ്പോൾ ശരത്ത് എഴുന്നേറ്റ് പറയുന്നു, അങ്ങനെയൊന്നും അല്ല ലാലേട്ട, ഇവിടെ അതിൻ്റെ തലേ ദിവസം കാപ്പിപ്പൊടി തീർന്നു എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞതാണ്, ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും അവിടെ കാപ്പിപ്പൊടി വന്നു എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ച് വന്നു, അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടൊന്നും ലാലേട്ടൻ എടുത്തിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നു, അങ്ങനെ കാപ്പിപ്പൊടി മോഷ്ടിച്ചതുകൊണ്ട് കാപ്പിക്കള്ളി എന്നൊരു പേര് വന്നല്ലോ, പിന്നെ അതിന് മുമ്പുണ്ടായിരുന്നല്ലോ ചപ്പാത്തിക്കള്ളി, രണ്ടും നല്ല പേരാണ് എന്നൊക്കെ പറയുന്നു. പിന്നീട് അവിടെ നടന്നിട്ടുള്ള മറ്റു പല മോഷണങ്ങളെ പറ്റിയിട്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഓറഞ്ച് ആരാ മോഷ്ടിച്ചത്, ചീസ് ആരാ മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. അതിനുശേഷം ക്യാപ്റ്റൻസീനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആദ്യം അനീഷിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നു, ഇതുവരെ 3 ക്യാപ്റ്റനാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ ആര്യനായിരുന്നു. ചില സമയത്ത് ഹൈപ്പർ ആവും, ചില സമയത്ത് ലോവർ ആവും. അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടുള്ളൊരു പരിപാടി പുള്ളിക്കില്ല. എന്ത് ഇമോഷനാണ് കാണിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ആര്യൻ. ചിലപ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസും പറയുന്നുണ്ട്, ആദ്യം 1-2 ദിവസമൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തു, പിന്നെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്നു. അതുപോലെ അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബറും പറയുന്നത്, പക്വതക്കുറവ്, ഈ പറഞ്ഞതുപോലെ പക്വതക്കുറവ് നല്ലതുപോലെയുണ്ട്, ചില കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ശാരികേൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ശാരികയ്ക്കും അതേ അഭിപ്രായമാണ്. രേണുവിനോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അവൻ എല്ലാ ടീമിലും വന്നിട്ട് എന്നോട് അങ്ങനെയാണ്, എല്ലാ ടീമിലും വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആർക്കെങ്കിലും നല്ല അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ജിസേൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ നല്ല അഭിപ്രായമാണോ, നല്ല ക്യാപ്റ്റനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു, വലിയ കുഴപ്പമില്ലെന്നോ, നല്ല ക്യാപ്റ്റനാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശൈത്യൻ്റെ അടുത്ത് ചോദിക്കുന്നു, ആര്യൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. അപ്പോൾ ശൈത്യ പറയുന്നത്, ആര്യൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഏറ്റവും കൂടുതൽ വലിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ ശൈത്യൻ്റെ ടാസ്കിനിടയ്ക്ക് ആര്യൻ ചിരിച്ച കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നത്, അത് വേറെന്തോ കാര്യം ആലോചിച്ചപ്പോൾ
ചോദിച്ചപ്പോഴത്തേക്കിനും ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയതാണ് എന്നാണ്. അഭിലാഷിനോട് ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നത് ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശൈത്യ ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിർത്തി ഇവരുടെ ചിരി കാരണം. അപ്പോൾ നോക്കിയപ്പോൾ 2-3 ആൾക്കാർ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അതുപോലെ ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാകുമോ നിങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടല്ലോ എന്ന്. അപ്പോൾ ബിന്നി പറയുന്നു അങ്ങനെ ഉണ്ടാവാം, പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒണിയിലും പറയുന്നു അതിനു മുമ്പ് ബിന്നി സംസാരിച്ചിരുന്ന സമയത്ത് ഇത്തരം പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ശൈത്യ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ കഥേനെ പുച്ഛിക്കുന്നത് പോലെ തോന്നി എന്ന് പറയുന്നു. അപ്പാനെയും പറയുന്നു കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ടേ അവൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം സരിക ചേച്ചി പറഞ്ഞു ഏറ്റവും പുറകിൽ പോയിരിക്കാനായിട്ട്, അങ്ങനെ അവിടെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. റെനയോട് ചിരിച്ച കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നത് ഞാൻ ശൈത്യേൻ്റെ സ്റ്റോറി കേട്ടിട്ട് ചിരിച്ചതല്ല, പക്ഷേ തൊട്ടടുത്തിരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കിനും അത് കണ്ടിട്ട് ചിരിച്ചതാണ് എന്ന് റെനയും പറയുന്നു. അപ്പോൾ ആര്യം പറയുന്നത് എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, അപ്പോൾ അതിനിടയ്ക്ക് വേറെന്തോ ആലോചിച്ചപ്പോഴത്തേക്കിനും ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആയതാണ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ഈ ചെരുപ്പൂരി എറിയാനായിട്ടൊന്നും നടുവേദന ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസേൽ എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന്. ജിസേൽ എഴുന്നേറ്റ് പറയുന്നു ലാലേട്ടൻ ഡിസൈഡ് ചെയ്യുമെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞാൽ പോരെ, ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യനെ എടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ ഒണിയിലിനോടും ജിസേലിനോടും ജയിലിലെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു എന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് പിന്നെ സൂഹിക്കാനാണോ അവിടെ പോയിരുന്നതെന്ന്. ഒണിയിലിനോട് ചോദിക്കുന്നു, ഒണിയിലും പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെയല്ലല്ലോ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞത്, ഒണിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോണേന്നാണല്ലോ പറഞ്ഞതെന്ന്. പോകുമ്പോൾ അങ്ങനെയായിരുന്നേലും വരുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. അങ്ങനെ അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ജിസേൽ അവിടെ നോട്ടം ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ജിസേൽ ചോദിച്ചു എൻ്റെ നോട്ടം ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ജിസേലിനെ നോക്കുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസിന് അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടോ? അപ്പോൾ ഷാനവാസ് അത് ആദ്യത്തെ ആഴ്ചയിൽ എന്തോ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ പിന്നെ ഞാൻ അതിന് ശേഷം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ എന്ന് ലാലേട്ടൻ പറഞ്ഞു. അപ്പോൾ അതെന്തോ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത സമയത്ത് ആദ്യത്തെ ആഴ്ച എന്തോ അക്ബർ മോശമായിട്ട് നോക്കിയതുപോലെ തോന്നി എന്ന് പറഞ്ഞു. അത് തുടക്കത്തിലേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അങ്ങനല്ലല്ലോ, ജിസേലിനെ പിടിച്ചിരുത്തി ഇങ്ങനെ നോട്ടം ശരിയല്ല എന്ന് പറയുമായിരുന്നല്ലോ എന്ന്. ആ സമയത്തൊക്കെ ഷാനവാസിൻ്റെ മനസ്സിൽ ഭൂമി വളർന്നു അങ്ങ് താഴത്തോട്ട് പോയാൽ മതി എന്നുള്ളൊരു വിചാരം ഉള്ളതുപോലെയാണ് ഷാനവാസ് നിൽക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ ഷാനവാസിനോട് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചു പറയണം, ഇത് പ്രേക്ഷകർ പറഞ്ഞ പ്രകാരമാണ് നിങ്ങളോട് ചോദിക്കുന്നത്, കാരണം നിങ്ങൾ ഈ കാര്യം എന്നല്ല പല കാര്യങ്ങളും അവിടെ പറയുന്നത് പുറത്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്ന് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്കിലുണ്ടായിരുന്ന ഡിബേറ്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. ഷാനവാസും ശരത്തും തമ്മിലുള്ള ഡിബേറ്റിനെ കുറിച്ച്. ഒരാൾ ഫ്രണ്ട്ഷിപ്പിനെ ദുരുപയോഗം ചെയ്യാമെന്നും മറ്റൊരാൾ അത് ചെയ്യാൻ പാടില്ല എന്നും വാദിക്കണമെന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ജഡ്ജായിട്ടിരുന്ന അനീഷിനോട് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചത് ആർക്കും മനസ്സിലായിട്ടില്ല. ഷാനവാസാണ് സംസാരിച്ചത് ഒട്ടും മനസ്സിലായിട്ടില്ല, ശരത്ത് സംസാരിച്ചത് പിന്നെയും മനസ്സിലായത് കൊണ്ട് ശരത്തിന് മാർക്ക് കൊടുത്തു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സരികേനെ വിളിച്ചിട്ട് ഈ ഷാനവാസിനെയും പിന്നെ ശരത്തിനെയും ഹോട്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറയുന്നു ഇതേ വിഷയത്തിൽ. ശാരിക അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു. പിന്നീട് അക്ബറും നെവിനും കൂടെ ഉള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പാട്ടുണ്ടാക്കി പാടുക എന്നുള്ളത്. അവരത് അസലായിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യങ്ങളും കൂട്ടിയിണക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അവരത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ഞാൻ പുലിയല്ല വെറും എലി എന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ ഒരു കാൽമാറ്റക്കാരൻ, അതുപോലെ തന്നെ ഞാനൊരു നിഴൽ, ഞാനൊരു ഗെയിമർ, അതേപോലെ എന്നെ വിശ്വസിക്കരുത്. ഇങ്ങനെ 3-4 കാര്യങ്ങളുണ്ട്. ഇതിൽ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇത് ആർക്കൊക്കെയാണ് ചേരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പേരിന് താഴെ ഇങ്ങനെ ടിക്കിട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ശരത്തിനെയും നമ്മുടെ ശൈത്യനെയും കൂടെ എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്. ഇവർ ഈ അനുമോൾ കൂടോത്രം ചെയ്തത് കൊണ്ടാണ് ഇവർക്ക് അനുമോൾ കാലിൽ വീണതിന് ശേഷം ശരത്തിന് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, ആരോ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നുന്നു, ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, സൈലൻ്റായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ശൈത്യയും ശരത്തും കൂടി ഇരുന്ന് സംസാരിച്ചിരുന്നു. അപ്പോൾ ശൈത്യയും അതുപോലെ തന്നെ പറയുന്നു എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി അങ്ങനെ ഫീൽ ചെയ്തു എന്ന്.
അപ്പോൾ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിന് ഇവരവിടെ കിടന്നുരുണ്ട് മറിഞ്ഞ് പെരണ്ട്. കാരണം ശൈത്യ ഇത്തരത്തിൽ അനുമോളെ പറ്റി പറഞ്ഞു എന്നുള്ളത് ക്ലിയർ ആയിട്ട് അനുമോൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശൈത്യനെയും ശരത്തിനെയും അവിടെ സേവ്ഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അന്ധവിശ്വാസങ്ങളിലൊന്നും വിശ്വസിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ലാലേട്ടൻ ഉദ്ദേശിച്ച കാര്യം അവിടെ ഏതായാലും നടന്നിട്ടുണ്ട്. അനുമോൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംസാരം ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ നടത്തിയിട്ടുള്ള ടാസ്കിൻ്റെ റിസൾട്ട് പറയുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്ന്. അതായത് ഞാനൊരു പുലിയല്ല വെറും എലി എന്നുള്ളത് ആര്യനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ മുട്ടയിൽ എഴുതിയിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങളും, ഞാനൊരു പുലിയല്ല വെറും എലി എന്നുള്ളത്. അപ്പോൾ അത് തലയിൽ വെച്ച് നടക്കുക, ബിഗ് ബോസ് പറയുന്നിടം വരെ ആ തലയിൽ വെച്ച് നടക്കുക എന്നുള്ളതാണ്. ഞാനൊരു നിഴൽ മാത്രം എന്നുള്ളത് ശരത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു ഗെയിമർ എന്നുള്ളത് അനീഷിനാണ് കിട്ടിയിട്ടുള്ളത്. എന്നെ വിശ്വസിക്കരുത് എന്ന് പറയുന്നത് അനിമോൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഓരോരുത്തരും ഇങ്ങനെ തലയിൽ വെച്ച് നടക്കണം. അപ്പോൾ ആര്യന് ഭയങ്കര സംശയം, ഇത് ഉറങ്ങുമ്പോൾ ഇടണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ലാലേട്ടനൊരു സംശയം, ലാലേട്ടൻ ആക്കിയിട്ട് ചോദിച്ചതാണോ എന്ന്. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു, നീ എന്നെ ആക്കി ചോദിച്ചതാണോ അതോ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്ന്. കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിനക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ടെങ്കിലും ചോദിച്ചുകൂടായിരുന്നു എന്ന്. കാരണം ഒരു ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ് ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു വകതിരിവ് എന്ന് പറയുന്നത് ആര്യന് പൊതുവേ വളരെ കുറവാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, എനിക്ക് അറിയില്ല മോനെ, ബിഗ് ബോസ് പറയുന്ന അത്രയും നേരം അതിട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് പറയുന്നു. അതിനുശേഷം പിന്നെ എവിക്ഷനാണ് കാണിക്കുന്നത്. ശാരികയാണ് ഔട്ടായിട്ടുള്ളത്. ശാരിക ഔട്ടായതിനെ പറ്റി ഇപ്പോൾ രേണു ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ശാരിക ഔട്ടായത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണ് ശാരിക. ശാരിക ഈ ആഴ്ച പോകേണ്ട ഒരാളല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതാണ് നടന്നിട്ടുള്ളത്. ശാരിക പോയ സമയത്ത് രേണു ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ ആ ഒരു ഭാഗം അവിടെ കഴിയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അടുത്ത ആഴ്ച ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണില്ല, പക്ഷെ നിങ്ങളെ കാണും, എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നു. അതിനുശേഷം വീണ്ടും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിൽ ശരത്തും ശൈത്യയും കൂടെ അവരുടെ കയ്യിൽ നിന്ന് പോയ കാര്യം തിന്നിട്ട് പിന്നെയും കിടന്ന് മെഴുകുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്, ആദ്യ വീക്കിൽ വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ക്ഷീണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ശൈത്യയും അതുപോലെ തന്നെ ശരത്തും പറയുന്നുണ്ട്. അവസാനം ശരത്ത് പറയുന്നുണ്ട്, ഇനി ഈ വിഷയത്തിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ശരത്ത് പറയുന്നു, ഞാൻ അക്ബറിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയെന്നുള്ളത്. അതായത് ഒരു നിഴൽ മാത്രം എന്നുള്ള ഒരു ഇതാണ് ശരത്തിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജിസേൽ പറയുന്നു, ആര്യൻ ഭയങ്കര ഇമ്മെച്യൂർഡായിട്ടാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. ആദ്യം വന്ന സമയത്ത് ബിന്നീൻ്റെ അടുത്താണ് പറയുന്നത്, ആദ്യം വന്ന സമയത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര മെച്യൂർഡായിട്ടൊക്കെയാണ് സംസാരിച്ചിരുന്നത്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഭയങ്കര ഇമ്മെച്യൂർഡായിട്ടാണ് അവൻ ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബിന്നി പറയുന്നു, ഇത് തുടക്കം തൊട്ടേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവൻ ഭയങ്കര ഇമ്മെച്യൂർഡായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് ബിന്നി തിരിച്ചു പറയുന്നു. പിന്നീട് റീഗൽ ജ്വല്ലറീൻ്റെ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ റീഗൽ ജ്വല്ലറി ഫിനാലെ വേദിയിൽ വെച്ചിട്ട് ഇവരിൽ ഒരാൾക്ക് ഒരു ഡയമണ്ട് ജ്വല്ലറി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി വരുന്ന ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത് വിജയിക്കണം. അങ്ങനെ വിജയിക്കുന്ന ആൾക്കാർക്ക് ഓരോ ടോക്കൺ കൊടുക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ടോക്കൺ കിട്ടിയിട്ടുള്ള ഒരാൾക്കാണ് ആ ജ്വല്ലറി കൊടുക്കുക. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ ഇവർക്ക് സമ്മാനിക്കാൻ പോകുന്ന ആ ജ്വല്ലറി ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി അതിനെ നോക്കിയിട്ട് അനുമോളൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആദിലയും നൂറയും കൂടെ ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളിങ്ങനെ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്കിനും വിഷമം തോന്നി. കാരണം മനുഷ്യരല്ലേ, എന്തിനാണ് അവരുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു വേർതിരിവ് കാണിക്കുന്നതെന്നുള്ളത് തോന്നിപ്പോയി. അക്ബർ ആ രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ശരത്തും അക്ബറും കൂടെ ഇരുന്നിട്ട് അവരുടെ ഗെയിം പ്ലാൻ, അവർക്കെതിരെ ആരാണ് ഗെയിം കളിക്കുന്നതെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്ക് രണ്ടുപേർക്കും ഇല്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതുപോലെ ശരത്ത് പറയുന്നത്, എനിക്ക് കർമ്മയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എനിക്കത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വേദനിപ്പിക്കില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അക്ബർ പറയുന്നത്, നമ്മൾ വലിയ ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ ഫോർ ദ പീപ്പിളിനെ പോലെയാണല്ലോ നടക്കുന്നത് എന്ന്. അഭിലാഷിന് ഒറ്റയ്ക്ക് അവിടെ ഒരു കാര്യമില്ല, അഭിലാഷ് ഈ ആഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് അക്ബർ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിലുണ്ടായിരുന്നത്.